ഹായ് ആൻഡ് ഹലോ, വെൽക്കം ടു റിലീഫ് ദ മൈൻഡ്. എന്താണ് ചാകര? ചാകര എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും ഒരു സംശയവും ഇല്ലാത്ത വിധം ഉറച്ചുപോയ ഒരു ഉത്തരം ഉണ്ടാവും. കുറേ മീനുകൾ കടലിൽ നിന്ന് കരയിലേക്ക് തള്ളിക്കയറി വരുന്നതാണ് ചാകര എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ചാകര. യഥാർത്ഥത്തിൽ എന്താണ് ചാകര എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ലോഗോ പ്ലീസ്. ചരിത്രം പഠിക്കാത്ത ധാരാളം മണ്ടന്മാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ആ കൂട്ടത്തിലാണ് ഞാനും. ചെമ്മീൻ എന്ന മലയാള സിനിമയിലെ പുത്തൻമലക്കാരേ പുത്തൻമലക്കാരേ എന്ന് തുടങ്ങുന്ന പാട്ടിൽ ചാകര മൂലം കടപ്പുറത്തിന് ഉത്സവമായി എന്നാണ് പറയുന്നത്. ആ പാട്ടും ആ രംഗവും ആ സിനിമ കണ്ട എല്ലാവരുടെയും മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു കാര്യമാണ്. ചാകര എന്നാൽ മത്സ്യം കൂടുതലായി ഒരിടത്ത് അടിയിലല്ല. കാറ്റും കോളും കൊണ്ട് കടൽ നമ്മുടെ തീരങ്ങൾ മുഴുക്കെ കലി കൊണ്ട് നിൽക്കുന്ന കാലവർഷക്കാലത്ത് മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ തീരത്ത് ചില പ്രതിഭാസങ്ങൾ മൂലം ഒരു പ്രദേശത്ത് മാത്രം കടൽ പൂർണ്ണമായും ശാന്തമായി തിരയില്ലാതെ ചത്തതുപോലെ കിടക്കുന്നതാണ് ചാകര. അതായത് ശാന്തമായ തീരം, അതാണ് ചാകര. ലോകത്ത് കേരള തീരത്ത് മാത്രമുള്ളതാണ് ഈ അത്ഭുതം. അർദ്ധ വൃത്താകൃതിയിലാണ് ഇത് രൂപപ്പെടുന്നത്. തീരത്തോട് ചേർന്ന് 4 മുതൽ 5 കിലോമീറ്റർ വരെയും 5-6 മീറ്റർ ഉൾക്കടലിലേക്കും ഈ പ്രശാന്ത മേഖല പരന്നു കിടക്കും. പഴയ കാലത്ത് തോണികളിലും ചെറിയ ബോട്ടുകളിലും മാത്രം കടലിൽ പോയിരുന്നവരൊക്കെ കടലിൽ ഇറങ്ങാനാവാതെ പട്ടിണിയിലാവുന്ന കാലമാണിത്. കടലിലേക്ക് സുരക്ഷിതമായി വഞ്ചിയും ബോട്ടും ഇറക്കാനാകുന്ന നിശ്ചലമായി കിടക്കുന്ന ഒരു കുഞ്ഞുവിടവ്, ആ കുഞ്ഞുവിടവ് കടലിലേക്കുള്ള കവാടമായി മാറും. ആ സ്ഥലത്തേക്ക് പലയിടങ്ങളിൽ നിന്നുമായി തോണിക്കാർ അവരുടെ തോണികളുമായി കടലിലേക്ക് ഇറങ്ങും. അതുപോലെ മത്സ്യവുമായി തിരിച്ച് തീരത്തേക്കും വരും. അതേ തീരത്തേക്ക് തന്നെ ഈ തോണിക്കാർ തിരിച്ചെത്തും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ കരകളും പ്രക്ഷുബ്ധമായിരിക്കുകയായിരിക്കും. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് മാത്രമേ അവർക്ക് വന്നു കയറാൻ സാധിക്കുകയുള്ളൂ. അവിടെയുള്ള മീൻ മാർക്കറ്റ് നിറയെ പല വഞ്ചികളിൽ നിന്നിറക്കിയ മീൻ കൊണ്ട് നിറയും. അവിടേക്ക് കച്ചവടക്കാർ പല സ്ഥലങ്ങളിൽ നിന്നും എത്തും. അവിടെ ഒരു ഉത്സവ പ്രതീതിയായിരിക്കും ആ ദിവസങ്ങളിൽ. കുറച്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പ്രതിഭാസം പിന്നീട് അതേ സ്ഥലത്ത് തന്നെ ഉണ്ടാവണമെന്നില്ല. പല കാരണങ്ങളാണ് ചാകരയ്ക്ക് കാരണമായി പറയുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിൽ തിരകൾക്ക് ശക്തി കൊടുക്കുകയും അവ തീരത്തേക്ക് അടിച്ചു കയറി മണ്ണിളക്കി കുഴപ്പിലാക്കുകയും ചെയ്യും. തീരത്തോട് ചേർന്ന കടൽ വെള്ളം കലങ്ങി മറിയും. മഴ ശക്തിയായി നിലത്ത് പതിക്കുന്നതിനാൽ മണ്ണൊക്കെ ഇളകിയിട്ട് കടൽ തീരത്തിലേക്ക് ഒഴുകിച്ചെല്ലും. വെള്ളം ഇങ്ങനെ ഏതാണ്ട് കട്ടിക്കുഴമ്പ് പോലെ സസ്പെൻഷൻ ലൈന് പോലെയാവും. തീരത്തേക്ക് പാഞ്ഞ് കുതിച്ചെത്തുന്ന തിരകളുടെ ശക്തി ഈ കുഴമ്പ് ജലം ആഗിരണം ചെയ്യും. അതോടെ തിരകളില്ലാത്ത ശാന്തമായ ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കും. അതായത് ഒരു ശാന്തമായ തീരമായി മാറും ഈ കടൽ തീരം. എല്ലാ ഇടങ്ങളിലും മഴയും ചെളിയും ഒക്കെ ആ കാലത്ത് കടലിൽ തീരത്തോട് ചേർന്നുണ്ടാകുമെങ്കിലും ചില പ്രദേശങ്ങളിലെ ആഴം, മണ്ണിൻ്റെ സ്വഭാവം തുടങ്ങി പല ഘടകങ്ങളെ ആശ്രയിച്ച് അപൂർവമായി മാത്രമേ ചാകര സംഭവിക്കാറുള്ളൂ. ഇംഗ്ലീഷിൽ ചാകരയ്ക്ക് മഡ് ബാങ്ക് എന്നാണ് പേര്. ഈ അപൂർവമായി ഇത്തരം ചാകര പ്രദേശത്ത് പ്ലങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ ചില ഇനം മത്സ്യങ്ങൾ കുറച്ച് കൂടുതലായി കണ്ടുകൂടുന്നുമില്ല. എന്നാൽ ഭൂരിപക്ഷം സമയവും മത്സ്യങ്ങൾ കൂടുതലായി കാണണമെന്നേയില്ല. എന്നാൽ പലപ്പോഴും മഴക്കാലത്ത് അല്ലാത്തപ്പോഴും ധാരാളം ചാള, മത്തി മത്സ്യം കൂടുതലായി കരയിലേക്ക് ചാടിക്കയറി പിടയ്ക്കുന്ന വീഡിയോകൾ നമ്മൾ കാണാറുണ്ട്. അതിനെയും ചിലർ ചാകര എന്ന് തെറ്റായി പറയാറുണ്ട്. കൂട്ടമായി സഞ്ചരിക്കുന്ന ശീലമുള്ള ഇത്തരം മത്സ്യങ്ങൾ അവരുടെ പാതയിൽ എന്തെങ്കിലും തടസ്സങ്ങളോ എന്തെങ്കിലും വ്യതിയാനങ്ങളോ ഒക്കെ വരുമ്പോഴാണ് തെറ്റി സഞ്ചരിച്ച് കരയിലോട്ട് വരുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ജങ്കർ സർവീസ്, അങ്ങനെ കടലിലേക്ക് നീണ്ട് നമ്മൾ ചെയ്യുന്ന കുറേ പ്രവർത്തനങ്ങൾ, നിർമ്മാണ പ്രവർത്തികൾ, ഇപ്പം ഇതൊക്കെ ഇവരുടെ സഞ്ചാരങ്ങൾക്ക് തടസ്സമായി മാറാറുണ്ട്. തടസ്സമായിട്ട് മാറുമ്പോൾ ഇവരുടെ വൻകൂട്ടങ്ങൾ അരികിലുള്ളവർ കൂടുതൽ കരയിലേക്ക് തള്ളി മാറ്റപ്പെട്ട് കരയിലേക്ക് പോകുന്നതാണ് ഇത്തരം മീൻകയറ്റങ്ങൾക്ക് കാരണം. അതും ചാകരയുമായി യാതൊരു ബന്ധവുമില്ല. ഇപ്പം ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇവിടെ പൂർത്തിയാകുകയാണ്.
അപ്പോൾ അടുത്തൊരു കുഞ്ഞു വീഡിയോയുമായി വീണ്ടും വരാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അടുത്തെൻ്റെ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും. എൻ്റെ ഭാഗത്തുണ്ടാകുന്ന തെറ്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.